സ്നേഹമുള്ളവരെ, 2024 ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. ആദ്യ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കിയത്, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന രീതിയിലുള്ള ഒരു ക്രിബ് ഉണ്ടാക്കിയത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. 1223 അതായത് 781 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് അസീസി തുടങ്ങിയ ഈ ക്രിസ്മസ് ക്രിബും കാര്യങ്ങളും ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഡൽഹിയിൽ ചെന്നിരുന്നു. ആ അവസരത്തിൽ അവിടുത്തെ മാർക്കറ്റിൽ ഒന്ന് പോകുവാനിടയായി. വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങളും ക്രിബ് അലങ്കരിക്കാനുള്ള ആയിരക്കണക്കിന് വസ്തുക്കളും അവിടെ നിറഞ്ഞിരിക്കുന്നത് കാണുവാനിടയായി. ഫ്രാൻസിസ് അസീസി ആരംഭിച്ച ആ ക്രിസ്മസ് ആഘോഷം ഇന്ന് വളരെയധികം വലിയ ബിസിനസ് പോലെയായിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ നടക്കട്ടെ. ഈ ആദ്യ ക്രിസ്മസ് ഓർമ്മ വന്നത് പിതാവായ ദൈവത്തിനാണ്. യൗസേപ്പ് പിതാവുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു കന്യകയുടെ അടുക്കലേക്ക് പിതാവായ ദൈവം ഗബ്രിയേൽ ദൈവദൂതനെ അയക്കുകയാണ്. അങ്ങനെ അയക്കുന്ന അവസരത്തിൽ ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. എന്തോ ഒരു രസം അല്ലേ? അപ്പോൾ മറിയത്തിൻ്റെ മനസ്സിലുള്ള ആ ചിന്ത ഒരു വിഷമത്തിൻ്റെ ആയിരിക്കണം. മറിയം പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ നടക്കും? ഇത് നടക്കുമെന്നറിയാവുന്നത് പിതാവായ ദൈവത്തിനു മാത്രമാണ്. അതുകൊണ്ടാണ് പിതാവായ ദൈവം ഗബ്രിയേൽ മാലാഖയെ മറിയത്തിൻ്റെ അരികിലേക്ക് അയച്ചത്. നന്മ നിറഞ്ഞവളെ എന്ന് പറഞ്ഞാ വന്നത്. ഇടയ്ക്ക് മാതാവ് ഒരു ചോദ്യം ചോദിക്കുക, ഇതെങ്ങനെ നടക്കും? കല്യാണപ്രായമായി, ഇതെങ്ങനെ നടക്കും? നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കല്യാണപ്രായമാകുമ്പോൾ എൻ്റെ മകളെ കെട്ടിച്ചു വിടണം, എൻ്റെ മകനെ കല്യാണം കഴിപ്പിക്കണമെന്നും ചിന്ത വരുന്നത് മാതാപിതാക്കന്മാർക്ക്, അപ്പനാണ്, അമ്മയ്ക്കാണ്. അവരെടുക്കുന്ന തീരുമാനത്തിന് കാരണം ഞങ്ങളുടെ തലമുറ കഴിഞ്ഞ് ആ തലമുറയിലേക്ക് തന്നെ എൻ്റെ മകനെ, എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടാകണം. ക്രിസ്മസിൻ്റെ വലിയൊരു സന്ദേശം അതാണ്, ഒരു കുഞ്ഞുണ്ടാകണമെന്നുള്ളത്. അപ്പോൾ ഈ ലോകം മുഴുവനും കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നുള്ള വലിയൊരു കാഴ്ചപ്പാടാണ് ക്രിസ്മസ് തരുന്നത്. നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് ജന്മം നൽകി. ആ മാതാപിതാക്കന്മാരെ സന്തോഷത്തോടെ ഓർക്കാനുള്ള ദിനങ്ങളാണ്. അവരിലൂടെ നമുക്ക് എത്രമാത്രം അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറയുക. 136 സങ്കീർത്തനം പറയുക, ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. നന്ദി പറയുന്ന ഒരു അനുഭവം, അതാണ് ക്രിസ്മസ്. അപ്പോൾ പിതാവായ ദൈവം അറിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ ജനനം, അത് നടന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. അതിനായിട്ട് തിരഞ്ഞെടുത്തത് മറിയത്തെയാണ്. ആ യേശുവിൻ്റെ ജനനം ലോകം മുഴുവനും അറിയണമെന്നുള്ള തൃഷ്ണ തിളച്ചു പൊങ്ങിയ ഒരു ദരിദ്രനായ മനുഷ്യൻ, ഒരു പട്ടുവ്യാപാരിയുടെ മനുഷ്യൻ, ഒരു പട്ടുവ്യാപാരിയുടെ മകൻ ഫ്രാൻസിസ് അസീസി ഇറ്റലിയിൽ ആദ്യമായിട്ടൊരു ക്രിബ് ഉണ്ടാക്കുകയാണ്. ആ ക്രിബ് ഇന്ന് വളരെ വ്യത്യസ്തമായ രീതികളിലുണ്ട്. ഇന്ന് ക്രിബ് മേടിക്കാൻ കിട്ടും, യേശുവിൻ്റെ രൂപങ്ങൾ മേടിക്കാൻ കിട്ടും. അധികം ത്യാഗമനോഭാവങ്ങളൊന്നും അതിനകത്തില്ല.
പണമനുസരിച്ചാണ് ഇന്ന് ക്രിസ്മസ് ക്ലബ്ബുകളൊക്കെ. സാധാരണ ഒരു പള്ളിയിൽ വലിയ ക്ലബ്ബൊന്നും ഉണ്ടാവില്ല, എങ്കിലും എന്തെങ്കിലും ഉണ്ടാകും. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ 2024 ക്രിസ്മസിൻ്റെ ഈ ചെറിയ സന്ദേശം നിർത്തുകയാണ്. ഒരു 5 പാർട്ടുകൾ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. ഹൗ യു പ്രിപ്പയർ ഫോർ ദ സെലിബ്രേഷൻ ഓഫ് ദിസ് ക്രിസ്മസ്. സ്നേഹമുള്ളവരെ, ഞാൻ എങ്ങനെയാണ് ഒരുങ്ങിയത് എന്ന് ഒറ്റ വാക്കിൽ പറയുകയാണ്. ഡിസംബർ 1 തീയതി മുതൽ ഞാൻ എങ്ങനെയാണ് ഒരുങ്ങിയതെന്ന് ഒറ്റ വാക്കിൽ പറയുകയാണ്. ഡിസംബർ 1 തീയതി മുതൽ ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം വായിച്ചു. ഇന്ന് 19 അധ്യായമാണ്. ഇന്ന് 19 അധ്യായം വായിച്ച് അത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇടും. 1 മണിക്കൂറിൽ കൂടുതൽ ദൈവവചനത്തിനു വേണ്ടി ചെലവഴിച്ചു. എന്നിൽ മാത്രം യേശു ജനിച്ചാൽ പോരാ, ഈ കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലും യേശു ജനിക്കണമെന്ന തീവ്രമായ ആഗ്രഹമാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത്. യേശുവിൻ്റെ വചനം ഹൃദയത്തിൻ്റെ അഗാധതയിൽ വേരുറപ്പിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ചില തീരുമാനങ്ങളും ശക്തമായ പ്രവർത്തനങ്ങളുമുണ്ട്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും നോമ്പ് നോക്കുന്നവരായിരിക്കും, ക്രിസ്ത്യാനികളായിട്ടുള്ളവർ. ചിലർ നോക്കുന്നില്ലായിരിക്കാം. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. വചനം മറ്റുള്ളവർക്ക് കൊടുത്തോ? യേശു പറഞ്ഞു, ഇതാ വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചില വിത്തുകൾ വഴിയരികിൽ വീണു, അത് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി, മനുഷ്യൻ ചവിട്ടിക്കൊന്നു. ചില വിത്തുകൾ മുള്ളുകളുടെ ഇടയിൽ വീണു, മുള്ളുകളുടെ ഇടയിൽ ചെടികൾ വളർന്നു വന്നപ്പോൾ അതിനെ ഞെരുക്കി കൊന്നുകളഞ്ഞു. 3-മത്തേത് നല്ല നിലത്ത് വീണു, അതും 100 മേനി 60 മേനി 100 മേനി ഫലം പുറപ്പെടുവിച്ചു. വേറൊരു വിത്തിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. പാറപ്പുറത്ത് വീണ വിത്ത്. ഈ 25 ദിവസത്തെ നോമ്പിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരുക്കത്തിന് ശേഷം ഞാനാകുന്ന വിത്ത് ഏതു നിലത്താണ് വീണിരിക്കുന്നത്? നല്ല നിലത്താകട്ടെ എന്ന് ആശംസിക്കുന്നു. നക്ഷത്രങ്ങൾ തൂക്കുന്ന കൈകൾ, ദീപാലകാരങ്ങൾ നടത്തുന്ന കരങ്ങൾ വിശുദ്ധമാകട്ടെ. മനുഷ്യരിൽ യേശു പിറക്കട്ടെ. 1000 പുൽക്കോടുകളിൽ യേശു ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ യേശു പിറക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? നിങ്ങളിൽ എല്ലാവരിലും യേശു പിറക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. അങ്ങയെ വിളിക്കുന്നത് ഇപ്പോഴും ഉണ്ണീശോ എന്ന ചെറിയ ഈശോ, കുഞ്ഞുണ്ണീശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വരണമേ. ക്യാൻസർ രോഗികളായ മക്കൾക്ക് ആശ്വാസം കൊടുക്കണമേ. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനിടയാകണമേ. എല്ലാ മനുഷ്യരെയും സമാധാനത്തിലും ഐശ്വര്യത്തിലേക്കും കൊണ്ടുവരണമേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.